നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് ശമനം. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. ജില്ലയിൽ 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 20 കുടുംബങ്ങളിലെ 63 പേരെ മാറ്റി താമസിപ്പിച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് KSEBിക്ക് 25 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിലാണ് KSEBിക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വന്നതെന്നും മന്ത്രി. ശക്തമായ കാറ്റിലും മഴയിലും ചൂണ്ടൽ കേച്ചേരി തൂവാനൂരിൽ കൂറ്റൻ മരം വൈദ്യുതി കമ്പിയിലേക്കും റോഡിലേക്കും കടപുഴകി വീണു. മരം വീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുത ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് പുത്തൂർ തോണിപ്പാറയിൽ മണ്ണിടിച്ചിലും മരം കടപുഴകി വീണതിനെ തുടർന്നും പരിസരത്തെ 5 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. കാട്ടിൽ വീട്ടിൽ മുകേഷിന്റെ വീടിന്റെ പുറകുവശത്തെ കുന്നിലാണ് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത്. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് കവർച്ച. 13.5 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്ര ദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. രാവിലെ 7 മുതലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ആരംഭിച്ചത്. ചാവക്കാട് മണത്തലയിൽ മുക്കപ്പണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച സംഭവത്തിൽ സ്ത്രീകളടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എരുമപ്പെട്ടി തയ്യൂർ സ്വദേശിനി ജസ്ന, തമ്പുരാൻപടി സ്വദേശിനി ദീപ്തി, എരുമപ്പെട്ടി സ്വദേശി ശിഹാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. യൂറോപ്യൻ യൂണിയന്റെ അഭിമാന സ്കോളർഷിപ്പായ മേരി ക്യൂറി ഫെലോഷിപ്പിന് തൃശൂർ നെല്ലങ്കര സ്വദേശിനി ആൻ സണ്ണി അർഹയായി. മനുഷ്യ ശരീരത്തിലെ എല്ലിനെ ബാധിക്കുന്ന വാതരോഗത്തിനെ നേരിടാൻ ഉപയോഗിക്കുന്ന ബയോസിറാമിക്കിലാണ് ഗവേഷണം. കുഴൂർ തിരുത്ത ഹെൽത്ത് സബ് സെന്ററിന്റെ കിണറും മോട്ടോറും സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവും പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവി സേവിയറും സ്ഥലം സന്ദർശിച്ചു. തിരുവില്ലമല ചൂലന്നൂർ ഫോറസ്റ്റ് പരിധിയിൽപ്പെടുന്ന വൻമരങ്ങളും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ മരങ്ങളും ബസ് സർവീസിന് വെല്ലുവിളിയാകുന്നതായി പരാതി. വനം വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തരമായി ഇടപെട്ട് ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി യാത്ര സുഗമമാക്കണമെന്ന് നാട്ടുകാർ. അധികൃതരുടെ അനാസ്ഥ മൂലം മതിയായ ചികിത്സ നൽകാനാവാതെ തിരുവില്ലാമല കൂത്തമ്പുള്ളിയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രം. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി ഇല്ലെങ്കിൽ പകരം സംവിധാനമില്ലാത്തതിനാൽ OP പ്രവർത്തനം അവതാളത്തിലാവുന്ന സ്ഥിതിയിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വീതം വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടികൾക്കെതിരെ LDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചാവക്കാട് നഗരസഭാ ഓഫീസിന് മുൻവശം നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ പാടത്ത് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാ സേന പുറത്തെടുത്തു. തിങ്കളാഴ്ച വൈകിട്ടാണ് കുന്നംകുളത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് റോഡരികിലെ ഡിവൈഡറിൽ ഇടിച്ച ശേഷം തോട്ടിലേക്ക് മറിഞ്ഞത്. ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ R. സുഗതന് അനുകൂലമായി സർക്കുലർ ഇറക്കിയതിന്റെ പേരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയ്ക്ക് നേരെ ഉണ്ടായ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മദനിയെപ്പോലെ പെരുമാറരുതെന്നും സുരേഷ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയ വയോധികൻ പിടിയിൽ. മലയാങ്കുടി വീട്ടിൽ ശങ്കരൻകുട്ടിയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും 2.5 ലിറ്റർ മദ്യവും 500 രൂപയും പിടിച്ചെടുത്തു.
തപസ്യ കലാസാഹിത്യവേദിയുടെ 5ാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരത്തിന് നാടക സിനിമാ നടൻ പ്രമോദ് വെളിയനാട് അർഹനായി. പുരസ്കാരം ഈ മാസം 19-ന് സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിക്കുന്ന മാടമ്പ് അനുസ്മരണ സമ്മേളനത്തിൽ സി സദാശിവൻ MP സമ്മാനിക്കും. ഇരിങ്ങാലക്കുട ടൗൺ ബാങ്കിനെ തകർക്കുന്ന UDF BJP കൂട്ടുകെട്ടിനെതിരെ CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻവശത്ത് സംഘടിപ്പിച്ച സമരം മുൻമന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗാനരചയിതാവും കവിയുമായ രാപ്പാൾ സുകുമാരമേനോൻ രചിച്ച അക്ഷരതീർത്ഥം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഞായറാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ പുസ്തകം പ്രകാശനം നിർവഹിക്കും. ചന്ദ്രപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനാഘോഷം സംഘടിപ്പിച്ചു. അഡീഷണൽ SP VA കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.